കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ സർവകലാശാലയ്ക്കെതിരെ ആരോപണവുമായി കുടുംബം. റൂബി പട്ടേലിന്റെ മരണത്തിൽ ആഭ്യന്തര റിപ്പോർട്ട് സർവകലാശാല പൂഴ്ത്തിയെന്നും ഗൈഡിനെ സംരക്ഷിക്കുകയാണെന്നും സഹോദരി ആശാ റാണി പട്ടേൽ ആരോപിച്ചു. അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ ചേർന്നു. അരുൺ, എന്താണ് സംഭവിച്ചത്? എങ്ങനെ, ഏത് തരത്തിലുള്ള പീഡനം നേരിട്ടു എന്നാണ് പറയുന്നത്? ആർക്കെതിരെയാണ് ആരോപണം? എന്ത് അന്വേഷണം ഈ ഘട്ടത്തിൽ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്? 2024 ഏപ്രിൽ 2-നായിരുന്നു റൂബി പട്ടേലിനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ഈ കേരള സർവകലാശാല ഒരു ആഭ്യന്തര അന്വേഷണ സമിതിയെ ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. ആ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഏപ്രിൽ 13-ന് സർവകലാശാലയ്ക്ക് നൽകുകയും ചെയ്തു. പക്ഷേ ആ റിപ്പോർട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും കുടുംബത്തിന് നൽകിയില്ല എന്നാണ് കുടുംബം പറയുന്നത്. 5 തവണ ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാല അധികൃതരെ കുടുംബം മെയിൽ മുഖേന ബന്ധപ്പെട്ടിരുന്നു, ഫോൺ മുഖേന ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ ഈ ഒരു ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് നൽകാൻ തയ്യാറായില്ല. പോലീസും കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല എന്നാണ് കുടുംബം, അതായത് റൂബി പട്ടേലിൻ്റെ സഹോദരി ആശാ റാണി പട്ടേൽ ആരോപിക്കുന്നത്. ഈ കുട്ടി മരിച്ച സമയത്ത് കുട്ടിയുടെ ഗൈഡിൻ്റെ മാനസിക പീഡനം മൂലമാണ്, മാനസികമായി കുട്ടിയെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു എന്നൊക്കെ സഹപാഠികൾ പരാതി പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗൈഡിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട കുടുംബവും മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഗൈഡിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർവകലാശാല കൈക്കൊണ്ടതെന്നാണ് കുടുംബം പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവയൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരുന്നു. പക്ഷേ ഒരു വർഷമായിട്ടും ഫോറൻസിക് റിപ്പോർട്ടും വന്നില്ല എന്നും കുടുംബം പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നിലവിൽ ജില്ലാ പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. റൂബി പട്ടേലിന് നീതി വേണമെന്നാണ് കുടുംബം പറയുന്നത്. സുഹൈൽ, ഗൈഡിന്റെ പീഡനമെന്ന ആരോപണമാണ്. ഒരു ഗവേഷക വിദ്യാർത്ഥിയാണ് മരിച്ചത്. നീതി എന്തായാലും ഉറപ്പാക്കണം. എന്ത് അന്വേഷണം പൂഴ്ത്തിയാലും കൃത്യമായ അന്വേഷണം നടന്നത് പുറത്തു വന്ന് ആ കുട്ടിക്ക് നീതി ഉറപ്പാക്കേണ്ടതുണ്ട്.